വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 26-ാം തീയതി 12-ാം മാസം 2025 രാവിലെ 7:25 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മൾട്ടി ഡേ ലോ അല്ലെങ്കിൽ മൾട്ടി ഡേ ഹൈ. അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മൾട്ടി ഡേ ലോ ഓർ വാട്ട് ഈസ് മൾട്ടി ഡേ ഹൈ, ഇത് നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടാമത്, മാർക്കറ്റിൽ ഓൾറെഡി പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞൊരു 3-4 ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ആൾക്കാരുടെ ഇത് കുറവാണ്. അതായത് നമുക്ക് ഒരു ചില മാർക്കറ്റിനെ റെഗുലറായിട്ട് കണ്ടുവന്നാൽ തന്നെ അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇൻട്രസ്റ്റ് കുറവാണ്, ആൾക്കാർ കുറവാണ് ട്രേഡ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പം ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. പിന്നെ നമ്മളെപ്പോഴും മാർക്കറ്റ് പ്രൊഫൈലിൽ പറയാതുള്ള ടൈമും പ്രൈസും കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ, ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡ്, സമയം, അത് കിട്ടിയാൽ മാത്രമേ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളൂ. അത് നമുക്ക് നിറച്ച് പാരാമീറ്ററിൽ നമുക്ക് കിട്ടും ഇൻഫർമേഷൻ. പക്ഷേ അത് ഏത് നോക്കണമെന്നുള്ള നിറച്ച ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. കഴിഞ്ഞ ദിവസം പോയിൻ്റ് ഓഫ് കൺട്രോള് വളരെ കുറവാണ്, അതിൻ്റെ പ്രൈസ് വളരെ കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിച്ചാൽ കോൺട്രാക്റ്റ് തുടങ്ങുന്ന ഫസ്റ്റ് ദിവസം 150-160 നിൽക്കേണ്ട ഒരു എന്താ പറയുക പോയിൻ്റ് ഓഫ് കൺട്രോള്, അത് 110 വന്ന് നിന്നപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ആൾക്കാരില്ല, അതിനകത്ത് ട്രേഡ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. ഓക്കെ, നമ്മൾ സംസാരിച്ച് വന്നത് മൾട്ടി ഡേ ലോ. ഇതുണ്ടോ, ഇതാണ് മൾട്ടി ഡേ ലോ എന്ന് പറയുന്നത്. അതായത് ഈ ദിവസത്തെ എൻ്റെ തിങ്കളാഴ്ചത്തിൻ്റെ ലോ, അതേപോലെ ചൊവ്വാഴ്ചത്തിൻ്റെ ലോ, അതേപോലെ ബുധനാഴ്ചത്തിൻ്റെ ലോ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ ലെവലിലാണ് മൾട്ടി ഡേ ലോ. 26,130 മൾട്ടി ഡേ ലോ നിൽക്കുന്നത്. ഇത് മൾട്ടി ഡേ ഹൈ എന്ന് പറയും, ഈ ലെവലിൽ നിൽക്കുന്നത്. അതായത് ഈ 10:15 ബുധനാഴ്ചത്തെ 10:15 ഹൈ, അത് 26,269.70. ഇതാണ് മൾട്ടി ഡേ ഹൈ. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും വെച്ചാൽ നല്ലൊരു ഫാള് കിട്ടും, അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ലൊരു അപ്പ് മൂവ് കിട്ടും എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഒരു ഡിസ്കോഡ് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലോവിനും, അതായത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്, ഈ ലോവിനും അതായത് ഈ ക്ലോസിനും, ലാസ്റ്റ് ട്രേഡിംഗ് ഡേയുടെ ക്ലോസിനും ബുധനാഴ്ചത്തെ ക്ലോസിനും ഈ ലോവിനും 32 പോയിൻ്റ് ഡിഫറൻസേ ഉള്ളൂ. ഏതാണ് തിങ്കളാഴ്ചത്തെ ലോവിനും ബുധനാഴ്ചത്തിൻ്റെ ക്ലോസിനുള്ള ഡിഫറൻസ് താഴോട്ട് 32 പോയിൻ്റേ ഉള്ളൂ. പക്ഷേ നിഫ്റ്റി സ്പോട്ടിലാണെങ്കിൽ 92 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് 92 പോയിൻ്റ് താഴെ വന്ന് ബ്രേക്ക് ചെയ്താലേ മൾട്ടി ഡേ ലോ ബ്രേക്ക് ആവുള്ളൂ. അതേസമയം ഫ്യൂച്ചറിന് വെറും 32 പോയിൻ്റ് താഴെ വന്ന് ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ആവും. അതേസമയം നമുക്ക് താഴോട്ട് നല്ല സപ്പോർട്ടുകൾ വീണ്ടും കിടപ്പുണ്ട്. ഇന്ന് 2 പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് 97 പിന്നെ 72 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയുന്നത്. അതും നോക്കുക. ഇന്ന് മുതൽ ഓൾറെഡി നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുത്തിരുന്നു. ഇതേപോലെ നമുക്കൊരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ നമുക്കൊരു വൺ സൈഡ് മൂവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ നല്ല വോളറ്റാലിറ്റി കാണണം. മോളിൽ നിന്ന് താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മോളിൽ പോകണം, പിന്നെ മോളിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴെ വരണം. അങ്ങനെ ഒരു 2-3 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളൂ. ഇന്ന് അത് വലുതായിട്ട് കാണുന്നുണ്ട്, ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ കാണുന്നുണ്ട്. എങ്കിലും കുറച്ച് ഡിസ്കോഡ് വരാനും ചാൻസസ് ഉണ്ട്. കാര്യത്തിൽ വെള്ളിയാഴ്ചയാണ്, കുറച്ച് ഡിസ്കോഡ് വരാനും ചാൻസസ് ഉണ്ട്. ഈ വർഷത്തിൻ്റെ അവസാന കോൺട്രാക്റ്റ് എക്സ്പയറി ആകുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. അതും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ രാവിലെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏതെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, ട്രെൻഡിങ് ആയിട്ട് 1-2 സ്റ്റോക്ക് FNOയിൽ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോൾ വെച്ചിട്ട് ആ സ്റ്റോക്കിൻ്റെ പേരും പോയിൻ്റ് ഓഫ് കൺട്രോളും ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. താല്പര്യപ്പെടുന്നവർ നോക്കാവുന്നതാണ്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.